സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലിപ്പോൾ ആ ഡ്യൂറൻ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്കുള്ള പ്രിപ്പറേഷൻസിലാണ്. ആ സ്ക്വാഡിലേക്ക് വരുന്ന ഒരു പുതിയ അഡീഷനാണ് ഡിഫൻഡറായിട്ടുള്ള അലക്സാണ്ടർ കൊയ്ഫ്. വരുന്ന മത്സരം വെള്ളിയാഴ്ച ബംഗളൂരു എഫ്സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്വാർട്ടർ മത്സരം നിശ്ചയിച്ചിട്ടുള്ളത്. ആ ഒരു മാച്ചിൽ കൊയ്ഫ് കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. അദ്ദേഹം ടീമിനൊപ്പം ജോയിൻ ചെയ്തിട്ട് ഏകദേശം 2 ആഴ്ച ആവുന്നതേ ഉള്ളൂ. എത്ര ദിവസം ട്രെയിനിങ് പക്ക കിട്ടിയിട്ടുണ്ടെന്നുള്ളതും ഉറപ്പുള്ള കാര്യമല്ല. ഈ വർഷം ആദ്യം ജനുവരിയിലാണ് അദ്ദേഹം ഒരു 90 മിനിറ്റ് ഫുൾ ലെങ്ത് മാച്ച് അദ്ദേഹം കളിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരു 6-7 മാസം കഴിഞ്ഞിട്ടുണ്ട്. സോ അത്രയും ഒരു ഗ്യാപ്പിന് ശേഷമാണ് വരുന്നത്. സോ പെട്ടെന്ന് ലൈനപ്പിലേക്കോ അല്ലെങ്കിൽ 90 മിനിറ്റ് കളിക്കുന്ന ലെവലിലേക്കോ അദ്ദേഹം എത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ എന്നാലും വരുന്ന മാച്ചുകളിൽ ബംഗളൂരു എഫ്സിക്കെതിരെ കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ ISLലേക്ക് വരുമ്പോഴോ ഡിഫൻസിൽ നമ്മുടെ ലെസ്കോവിച്ചിന് പകരമായിട്ട് മിലോസിനേക്കാൾ കൂടുതൽ എന്ത് നമ്മുടെ കൊയ്ഫിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മിലോസിന് പകരം അല്ലെങ്കിൽ മിലോസായിട്ട് ഇവിടെ കമ്പയർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ നിലവിലെ ലൈനപ്പിൻ്റെ ഒരു പോക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ലൂണ, പെപ്ര, നോവ ഡ്യൂറൻ കപ്പിലെ സ്ക്വാഡാണ് പറയുന്നത്. അവിടെ ഈ 3 പേരും ലൈനപ്പിൽ ഷുവർ ആയിട്ടുണ്ടാവുന്ന ആൾക്കാരാണ്. ഈ 3 പേരിൽ ഒരാളെ പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഒരുപക്ഷെ ISLലേക്ക് വരുമ്പോഴും ലൂണ, നോവ അതുപോലെ തന്നെ പുതിയ സ്ട്രൈക്കർ ആയിരിക്കാം. ഈ 3 പേരെയും ഒഴിച്ചിട്ടുള്ള ഒരു ലൈനപ്പ് മറ്റ് പരിക്കുകളോ സസ്പെൻഷനോ ഒന്നും ഇല്ലെങ്കിൽ ഒരു പക്ഷേ കോച്ച് പ്രിഫർ ചെയ്യാൻ ചാൻസസ് വളരെ കുറവാണ്. അങ്ങനെ വരുമ്പോൾ ഡിഫൻസിൽ നമുക്ക് ഒരു ഫോറിൻ സെൻറ്റർ ബാക്കിനെ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ മിലോസ്, കോയ്ഫ് ഇവർ ഒരുമിച്ച് വരാനുള്ള ചാൻസസ് വളരെ കുറവാണെന്ന് പറയാം. കഴിഞ്ഞ സീസണേക്കാളും ഇത്തവണ കുറവാണ്. കാരണം കഴിഞ്ഞ സീസണിൽ നമുക്ക് ആ ഒരു 4-4-2 ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രൈക്കറിനൊപ്പം ലൂണെ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലൊരു ബാലൻസിങ് നടത്തായിരുന്നു വിങ്ങിൽ 2 ഇന്ത്യൻ പ്ലേയേഴ്സിനൊക്കെ വെച്ച്. പക്ഷേ 4-3-3 കളിക്കുമ്പോൾ ലൂണ, നോവ ഇവർ ഉറപ്പായിട്ടും ലൈനപ്പിൽ ഉണ്ടാവേണ്ട 2 പേരാണ്. പ്ലസ് അവർക്കൊപ്പം ഒരു നമ്പർ 9 ഫോറിൻ സ്ട്രൈക്കർ കൂടി വരുമ്പോൾ 3 പേര് ആ ഒരു ലൈനപ്പിലായി. പിന്നെ ഈ പറഞ്ഞ പോലെ ഡിഫൻസിൽ ഒരു സെൻറ്റർ ബാക്ക്, ഒരു ഫോറിൻ സെൻറ്റർ ബാക്കിനുള്ള സ്ലോട്ട് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ആ ഒരു സിറ്റുവേഷനിലാണ് മിലോസിന് പകരം അല്ലെങ്കിൽ മിലോസിനേക്കാൾ കൂടുതൽ ഒരു അപ്ഗ്രേഡ് എന്ന രീതിയിലാണോ കൊയ്ഫ് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. സോ അവിടെ ഇപ്പോഴത്തെ നമ്മൾ ഡിഫൻസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കൊയ്ഫിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. നിലവിൽ നമ്മുടെ ഡിഫൻസീവ് ലൈൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പ്ലെയർ ഡിഫൻസിൽ വരിക എന്നുള്ളത്. ലെസ്കോവിച്ച് ആ ഒരു കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നല്ല രീതിയിൽ എഫക്റ്റീവായി യൂസ് ചെയ്തിരുന്ന ഒരു പ്ലെയറാണ്. മിലോസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തിയതുപോലെ കഴിഞ്ഞ ISLO ഈ സീസണിലെ തുടക്കത്തിലെ ഡ്യൂറൻ കപ്പോ കാണുമ്പോൾ നമുക്ക് തോന്നില്ല. ആൻഡ് കൊയ്ഫിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ലാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗ്യാപ്പുള്ള ആ ലീഡർഷിപ്പ് ക്വാളിറ്റി, ആ ഒരു കമാൻഡിങ് പവർ അത് കൊയ്ഫിലൂടെ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് മെയിനായിട്ട് 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത് ആ ടാക്ടിക്കൽ സിറ്റുവേഷൻസ്, മെയിനായിട്ട് ലൈൻ മാനേജ് ചെയ്യുന്ന കാര്യമാണെങ്കിലും അവിടെ വരുന്ന ഇൻസ്ട്രക്ഷൻസ്, പ്ലേയേഴ്സിന് കൊടുക്കുന്ന പാസിങ്ങിലൊക്കെ പ്ലേയേഴ്സിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, അവിടെ വരുന്ന ഒരു കമാൻഡിങ് പവറും ഉണ്ട്. അതല്ലാതെ ഓൺ ദ ഫീൽഡിലും ഓഫ് ദ ഫീൽഡിലും പ്ലേയേഴ്സിന് ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സീസണിൽ ഇവാൻ വുക്കാമോലിസിന്റെ ഫസ്റ്റ് സീസണിൽ നമ്മുടെ താരതമ്യേന ISL കുറവ് കളിച്ചിട്ടുള്ള അല്ലെങ്കിൽ യങ് എന്ന് പറയുന്ന ഒരു ഡെബ്യൂട്ട് എന്ന രീതിയിൽ വന്നിട്ടുള്ള ഗില്ലാണെങ്കിലും ഹോർമിപ്പാം ആണെങ്കിലും അതുപോലെ തന്നെ സഞ്ജീവ് സ്റ്റാലിൻ, അതിൽ പ്രത്യേകിച്ചും ഗില്ലും ഹോർമിയൊക്കെ ആ ഒരു സീസണിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തതിൽ ലെസ്കോവിച്ചിന്റെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹം കൊടുത്തിട്ടുള്ള ഗൈഡൻസ്, ആ ഒരു സമയത്ത് ആ ഒരു പ്ലേയേഴ്സിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, അത് പക്ക നീറ്റായിട്ടാണ് അവരത് അക്സെപ്റ്റ് ചെയ്തതും അത് പിന്നീട് ഗ്രൗണ്ടിൽ അത് റിഫ്ലക്റ്റ് ആയതും. സോ അവരുടെ പെർഫോമൻസിൽ ലെസ്കോവിച്ചിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിൽ ഫസ്റ്റത്തെ പാർട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഈ ടാക്ടിക്കൽ സിറ്റുവേഷൻസിൽ പ്രത്യേകിച്ചും ലൈൻ മാനേജ് ചെയ്യുന്ന കാര്യം, അതിൽ തന്നെ നമ്മളിപ്പോൾ ഹൈലൈനൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പ്രത്യേകിച്ച് ഈ സെൻറ്റർ ബാക്കിന്റെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ കമാൻഡിങ്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പ്ലെയർ ആയിരിക്കും ഈ ലൈൻ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, എത്ര ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് എടുക്കുന്ന പോസ്റ്റിനോ സ്വന്തമായിട്ട് കളിക്കുന്ന കളിയോ മാത്രം പോരാ, മറ്റ് പ്ലേയേഴ്സിനെയും അദ്ദേഹത്തിന്റെ കളിക്കനുസരിച്ച് കൊണ്ടുവരാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എബിലിറ്റിയും ആ ഒരു കമാൻഡിങ് പവറും ആ ഒരു സെൻറ്റർ ബാക്കിന് ആവശ്യമാണ്. അത് നല്ല രീതിയിലുള്ള ഒരു പ്ലെയറാണ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് വീഡിയോസ് കൂടി റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ട്രെയിനിങ് ഒക്കെ കാണുമ്പോൾ പോലും അവിടെയും അദ്ദേഹം ഈ പറഞ്ഞ പോലെ ലൈൻ മാനേജ് ചെയ്യുന്നതും കൃത്യമായ രീതിയിൽ ഹാൻഡ് ജസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പ്ലേയേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും അത്തരം കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നത് തുടക്കത്തിലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇവിടെ ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് വീഡിയോസ് കാണുമ്പോഴും കഴിഞ്ഞ സീസൺസിൽ അതിന്റെ മാച്ചസ് കാണുമ്പോഴെല്ലാം നമ്മൾ അതേപറ്റി സംസാരിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ ലൈൻ മാനേജ് ചെയ്യാനുള്ള പ്ലേയേഴ്സിന് ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ പ്രത്യേകിച്ച് പാസ് കൊടുക്കുന്ന ഒരു കാര്യമാണെങ്കിലും പ്ലേയേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് കൊയ്ഫ്. ഇനി രണ്ടാമത്തെ പാർട്ടി പ്ലേയേഴ്സിന് ഗൈഡൻസ് കൊടുക്കുന്ന ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഈ ട്രെയിനിങ് വീഡിയോസിലേക്ക് തന്നെ വരാണെങ്കിൽ അദ്ദേഹം ജസ്റ്റ് എത്തിയിട്ടുള്ളൂ, എന്നിട്ട് പോലും ആ ഫസ്റ്റ് ട്രെയിനിങ് സെക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. അതിനുശേഷം സൗരവിന് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്ന, അദ്ദേഹമായിട്ട് കോൺവെർസേഷൻ നടത്തുന്ന, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ തുടക്കത്തിലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, അദ്ദേഹം വന്നിട്ടേ ഉള്ളൂ, ഫസ്റ്റ് ട്രെയിനിങ് സെഷൻ ആയിരിക്കും.
ആയിരിക്കാം. അപ്പോൾ തന്നെ പ്ലേയേഴ്സിലേക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഇനി പോകെ ISLിലേക്ക് വരുമ്പോൾ അതിന് നല്ല രീതിയിൽ പ്ലേയേഴ്സിനെ ഗൈഡ് ചെയ്യാനും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ യങ് പ്ലേയേഴ്സിന് പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്ത് നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ ഒരു വലിയ പാർട്ടാവാൻ കോച്ചിന് പറ്റിയതുപോലെ തന്നെ ഒരു പക്ഷേ കോയിഫിനും സാധിച്ചേക്കാം. സോ ഇനി കുറച്ചുകൂടി ഡിഫൻസീവ്ലി അല്ലെങ്കിൽ നിലവിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് പെർഫോമൻസ് വെച്ചിട്ട് അവിടെ എന്താ അപ്ഗ്രേഡേഷൻ ആയിരിക്കും കോയിഫിന് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ആ ഒരു ക്വിക്നെസ് അല്ലെങ്കിൽ പേസ് ആയിരിക്കും. പേസ് എന്ന് പറയുന്നത് കഴിഞ്ഞ സീസൺസിൽ നമുക്ക് നല്ല രീതിയിൽ ആക്കി തരുന്ന ഒരു കാര്യമാണ്. ഈ സീസണിലും ഡ്യൂറൻ കപ്പിൽ നമ്മൾ അത്തരത്തിൽ മിലോസ് എന്ന് പറയുന്ന പ്ലെയറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ കുറച്ചധികമുള്ള ഹൈറ്റ് അത് ഏരിയൽ ഡിഫെൻഡിങ്ങിനും അതുപോലെ തന്നെ പ്ലെയേഴ്സിനെ ഫിസിക്കലി ബീറ്റ് ചെയ്യാനൊക്കെ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ചില സിറ്റുവേഷൻസിൽ അതിന്റെ പേസിനെ കൺട്രോൾ ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഓടാൻ അല്ലെങ്കിൽ ഒരു പ്ലെയർ ഒപ്പം ഓടിക്കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറിനെ ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ആ ഒരു ശരീരം അല്ലെങ്കിൽ ഒരു ബോഡി അതിനെ ഹെൽപ്പ് ചെയ്യാത്തത് പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് മിലോസിന് പലപ്പോഴും വിനയാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ത്രൂ ബോൾ റിസീവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒപ്പമുള്ള ഒരു പ്ലെയർ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങിപ്പോയിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ആ ഒരു ക്വിക്നെസ് ആ ഒരു പേസ് നമുക്ക് മിലോസിൽ ലാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രശ്നം നമ്മൾ കോയിഫിന്റെ മാച്ച് വീഡിയോസ് കണ്ടപ്പോൾ ഒട്ടും തന്നെ ഫീൽ ചെയ്തില്ല. പ്ലസ് അവിടെ ആ ഒരു പേസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഓപ്പൺ ടീം സെറ്റ് പീസ് എടുക്കുമ്പോൾ ബോക്സിന്റെ ഉള്ളിൽ നിന്നിട്ട് ആ ബോൾ തിരിച്ച് ട്രാൻസിഷൻ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ ആക്സലറേഷൻ ആ ഓടുന്ന സ്പീഡിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ സ്പീഡ് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഓൺ ഹാഫിലേക്ക് എത്തുന്ന രീതിയിൽ കുറച്ചധികം സിറ്റുവേഷൻസ് നമ്മൾ കോയിഫിനെ കാണുന്നുണ്ട്. ആ പേസ് അതിന് പ്ലേയേഴ്സിനെ ട്രാക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒപ്പമുള്ള പ്ലെയർ പെട്ടെന്നൊന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് ഫ്രണ്ടിലേക്ക് റൺ ചെയ്യുകയാണെങ്കിലോ ആ പേസ് ആയിട്ട് മാച്ച് ചെയ്യാൻ ഒരു പക്ഷേ കോയിഫിന് സാധിച്ചേക്കും. ഇനി ഈ പേസ് മാത്രമല്ല, ഈ ഓടുന്ന പേസ് മാത്രമല്ലാതെ ഡിഫൻസീവിലുള്ള ഒരു പേസ് അല്ലെങ്കിൽ ഡിഫൻസീവിലുള്ള ക്വിക്നെസ്സിനെ പറ്റി നമ്മൾ കോയിഫിനെ പറ്റി സംസാരിച്ചാണ്. അവിടെ അതിൻ്റെ എജിലിറ്റി, ചില ഡിഫൻഡേഴ്സിന് പെട്ടെന്ന് ഡയറക്ഷൻ സ്വിച്ച് ചെയ്യാനുള്ള, പെട്ടെന്ന് ആക്രോബാറ്റിക് ആയിട്ട് ക്ലിയറൻസസ് നടത്താനുള്ള ആ ഒരു ബോഡി അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ചിലർക്ക് വരാറുണ്ട്. അത് ഡിഫെൻഡിങ്ങിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഫാക്ടർ കൂടിയാണ്. ഞാൻ കളി കണ്ടത് വെച്ച് മാത്രം പറയുന്നതാണ്. അവിടെ മിലോസിനേക്കാൾ കുറച്ചുകൂടി ക്വിക്കായിട്ട് ആ ഒരു സ്ലോനെസ് കുറവായിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടി ക്വിക്കായിട്ട് അതിപ്പോൾ പേസിന്റെ കാര്യമാണെങ്കിലും ഓടുമ്പോഴുള്ള സ്പീഡാണെങ്കിലും ഡിഫൻസീവിലുള്ള ആക്റ്റുകൾ പെർഫോം ചെയ്യുമ്പോഴുള്ള ക്വിക്നെസ് ആണെങ്കിലും അവിടെ മിലോസിനേക്കാൾ കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ട് പേസ് ജനറേറ്റ് ചെയ്യാൻ നമ്മുടെ കോയിഫിന് സാധിക്കും എന്നാണ് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിഫൻസിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ കവറിംഗ് ആണ്. അദ്ദേഹത്തിന്റെ പോർഷൻ അല്ലാതെ മറ്റൊരു പ്ലെയർ മുന്നോട്ട് കയറി പോകുമ്പോൾ അവിടെ വരുന്ന ഗ്യാപ്പ് കവർ ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റി പല സമയത്തും ഇദ്ദേഹം എടുക്കുന്നുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചും ബ്ലാസ്റ്റേഴ്സിന് യൂസ്ഫുൾ ആവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് 4-3-3 ആയതുകൊണ്ടും നമ്മുടെ വിങ്ങർ ആൻഡ് ഫുൾ ബാക്ക് ഓവർലാപ്പ് ചെയ്യുന്നത് വളരെയധികം നമ്മൾ ഗെയിം സ്റ്റൈലിൽ കാണുന്നതുകൊണ്ടും അവിടെ വരുന്ന ത്രൂ ബോളുകളും അവിടെ വരുന്ന ലോങ് ബോളുകളൊക്കെ നമ്മൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിച്ചേക്കും. അത്തരത്തിലുള്ള മൂവ്മെന്റ്സ് നമ്മൾ ഡ്യൂറൻ കപ്പിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ കോയിഫിന്റെ ഒരു പ്രസൻസ് ഒരു ചേഞ്ച് കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ ആ ഒരു മൂവ്മെന്റ്സിലുള്ള ക്വിക്നെസ്സിനോടൊപ്പം തന്നെ മിലോസിനേക്കാൾ കൂടുതൽ കോയിഫിന് അധികമായിട്ട് തോന്നിയ മറ്റ് രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് അതിന്റെ ഗെയിം റീഡിങ്ങും രണ്ട് അതിന്റെ ആന്റിസിപ്പേഷനുമാണ്. അതിന്റെ സ്കാനിങ്ങിനെ പറ്റി ഇനി ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതിന്റെ ട്രെയിനിങ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അദ്ദേഹം ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ തല വെട്ടിച്ച് അദ്ദേഹം സ്കാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിന്റെ റണ്ണ് സ്പോട്ട് ചെയ്യാൻ, ആ ഒരു ഗെയിം മൊത്തത്തിൽ റീഡ് ചെയ്യാൻ, അതിനെല്ലാം അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഫുൾ ബാക്ക് ഒന്ന് അഡ്വാൻസ് ആയി പോയാലോ ഔട്ട് ഓഫ് പോസ്റ്റിലായി പോയാലോ ആ പോർഷൻ കവർ ചെയ്യാനുള്ള ഒരു ചുമതല ഇദ്ദേഹം എടുക്കുന്നുണ്ട്. അത്തരം മൂവ്മെന്റ്സ് സ്ലൈഡ് ടാക്കിൾസ് വഴി ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് അതിന്റെ പ്രീവിയസ് സീസൺസ് നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. സോ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഡിഫൻസീവ് കവർ കൂടുതൽ ക്വിക്കായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ കോയിഫിന് സാധിച്ചേക്കും. ഇനി അവസാനത്തെ പോയിന്റിലേക്ക് വരാണെങ്കിൽ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും ഒരു അപ്ഗ്രേഡ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഇതിന്റെ ബോൾ ക്യാരിങ് എബിലിറ്റി അല്ലെങ്കിൽ ബോൾ പ്ലേയിങ് എബിലിറ്റിയെ പറ്റി നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ച വീഡിയോയിൽ വാതുപോരാതെ സംസാരിച്ച ഒരു ഫാക്ടറാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ഫുൾ ബാക്ക് ആയിട്ടും ഈ ഡിഫൻസീവ് മിഡായിട്ടും സെൻട്രൽ മിഡായിട്ടൊക്കെ പ്രീവിയസ്ലി കളിച്ചിട്ടുള്ളതുകൊണ്ട് വിത്ത് ബോൾ അദ്ദേഹം വളരെയധികം കംഫർട്ടബിൾ ആണ്. പന്ത് ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ പാസുകൾ കൊടുക്കാനാണെങ്കിലും മുന്നോട്ട് പന്തുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസിലെല്ലാം ആ പന്തുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഒത്തിണക്കം അദ്ദേഹത്തിന് ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ബോൾ പ്ലേയിങ് സെൻട്രൽ ബാക്കിൻ്റെതായിട്ടുള്ള കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ അൺലോക്ക് ചെയ്യാൻ കോയിഫ് വഴി നമുക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മിലോസ് ഈ കാര്യത്തിൽ വലിയ മോശമൊന്നുമല്ല. അദ്ദേഹം ഈ പറഞ്ഞ ചില പാസ് ഫൈൻഡ് ചെയ്യുന്നതും ചില ലോങ് ബോൾസ് ഫൈൻഡ് ചെയ്യാനുള്ള മൂവ്മെന്റ്സ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ഈ ബോൾ പ്ലേയിങ് എന്ന രീതിയിൽ ബോൾ അത്രയും ഹാൻഡിൽ ചെയ്യാൻ ഇദ്ദേഹം എബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഈ പറഞ്ഞ വിത്ത് ബോളുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഇദ്ദേഹത്തിൽ നിന്ന് കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ ഈ പറഞ്ഞ പാസ് ഫൈൻഡിങ്സ്, സെൻട്രൽ നിൽക്കുന്ന, വൈഡിൽ നിൽക്കുന്ന, പ്രത്യേകിച്ച് മിങ്ങേഴ്സിന്റെ ഓവർലാപ്പ്, ലോങ് ബോൾ കൊണ്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരുപാട് മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിച്ചേക്കും. നമ്മൾ ഓൾറെഡി ഡ്യൂറൻ കപ്പിൽ ലോങ് ബോൾസിനുള്ള ഒരുപാട് ട്രൈസ് നടത്തുന്നുണ്ട്. ആൻഡ് അത് ഈ പറഞ്ഞ ഒരു നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ലോങ് ബോൾ ആണെങ്കിൽ അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാനും ചാൻസസ് വളരെ കൂടുതലാണ്. അത് നമ്മൾ ട്രെയിനിങ് വീഡിയോസിലും അത്തരത്തിലുള്ള 1-2 നല്ല പാസുകൾ കാണുന്നുണ്ട്. അത് വെച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഈ പറഞ്ഞ പോലെ പാസിങ്ങിന്റെ കാര്യത്തിലും ബോൾ ഹാൻഡ്ലിങ്ങിന്റെ കാര്യത്തിലും പ്രീവിയസ് സീസൺസിൽ അദ്ദേഹം ബെറ്റർ ആണെന്നുള്ളത് ഓൾറെഡി നമ്മൾ മാച്ചസ് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ്. സോ ടോട്ടലി പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഈ 4 ആസ്പെക്റ്റിൽ അതിൽ പ്രധാനമായിട്ടും ആ ലീഡർഷിപ്പ്, നമ്മുടെ ആ ഒരു ഡിഫൻസിൽ വരുന്ന ലീഡർഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നീട് ഈ പറഞ്ഞ പോലെ ആ ഡിഫൻസിൽ വരുന്ന ക്വിക്നെസ്, ആ ഒരു മൂവ്മെന്റ്സിലും കവറിങ്ങിലും കുറച്ചുകൂടി കൂടുതൽ ആ ഒരു ക്വിക്നെസ്സും എഫിഷ്യൻസിയും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ബോൾ പ്ലേയിങ്ങിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ്, പാസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്യാരിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ലോങ് ബോൾസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത്രയും ഫാക്ടേഴ്സിലാണ് ഞാനൊരു അപ്ഗ്രേഡ്, നിലവിലുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിനേക്കാൾ കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ മിലോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അപ്ഗ്രേഡ് എന്ന രീതിയിൽ ലെസ്കോച്ചിന് ഒരു പകരക്കാരനായിട്ട് മാറാൻ കൊയ്ഫിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിലെ കൊയ്ഫിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.